ഓക്കെ, ശരത് സർ. യെസ് പാറു. ഷാനിക ചേച്ചി, യെസ്. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആ. നമുക്ക് വീണ്ടും ഒരു ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ആണ്. നമ്മുടെ അമൃത ടിവിയുടെ ഒരു കുടുംബ അംഗമാണ്. അതിലുപരി 51 വർഷമായിട്ട് ഈ ഒരു മ്യൂസിക് ഫീൽഡിലുള്ള ഒരാളാ. ഒരു ടൈമിലൊക്കെ ഗാനമേളകളുടെ റാണി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അത് മാത്രമല്ല 2024 സംഗീത നാടക അക്കാദമി പുരസ്കാരം വരെ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. നമുക്ക് വെൽക്കം ചെയ്യാം. ആലീസ് ഉണ്ണികൃഷ്ണൻ എന്നാണ് ചേച്ചിയുടെ പേര്. ലെറ്റ്സ് വെൽക്കം ആലീസ് ചേച്ചി. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. വളരെയധികം സന്തോഷം. ചേച്ചി നമസ്കാരം. ചേച്ചി നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ചേച്ചി. ഓ താങ്ക് യു. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ വർഷം അവാർഡൊക്കെ കിട്ടി ഇല്ലേ? ഈ വർഷത്തിന്റെ 2024 എന്ത് തോന്നുന്നു ചേച്ചി അങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കാൻ പറ്റിയതില്? സന്തോഷം ഉണ്ട്. അവാർഡ് എപ്പോഴും ഒരു സന്തോഷം തരുന്ന കാര്യമാണല്ലോ. ഓക്കെ, ഈ ഗാനമേളകളുടെ റാണി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഓർമ്മകൾ ഉണ്ടാവുമല്ലോ ചേച്ചിക്ക്? ഒരുപാട് ഗാനമേളകൾ നമ്മൾ പാടാൻ പോകുമ്പോൾ ഓരോ ഗാനമേള നമുക്ക് ഓരോ അനുഭവങ്ങളായിരിക്കുമല്ലോ. ഏതെങ്കിലും ഒരെണ്ണം നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടാവോ? പാറു, ഒരു കാലഘട്ടത്തില് കോട്ടയം ആലീസ് നിറഞ്ഞു നിൽക്കാറ്. ഞാനൊക്കെ എത്രയോ ഗാനമേള പോയി കേട്ടിട്ടുണ്ട്. എത്രയോ ഗാനമേള അസാധ്യമായിട്ട് പാടും. അന്നൊക്കെ എന്താ പറയുക, ഉഗ്രമായിട്ട് പാടും. ഇപ്പോഴും അതുപോലെ പാടുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ കുറേ സന്തോഷം. ഞാൻ പാടുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. അതെ, ഒരു ടെക്നോളജി ഇല്ല, ഒരു ഒന്നുമില്ല. കണ്ണന്റെ ഒരു പെട്ടി, ഒരു തബല, ഒരു ഗിറ്റാർ, ലീഡ് ഗിറ്റാർ മാത്രം. പിന്നെ സ്പീക്കറുകളില്ല. ആ സമയത്ത് മൈക്ക് തെങ്ങില് കെട്ടി വെച്ചിരിക്കുന്ന കോളാമ്പി മൈക്ക്. കോളാമ്പി പാടിക്കൊണ്ടിരിക്കും. കോളാമ്പി കാറ്റത്താടുമ്പോ ഞങ്ങൾ ഇങ്ങനെ പോകും, ഇങ്ങനെ പാടി വന്ന. പക്ഷെ ഭയങ്കര പവറാണ് ആ മൈക്കിന്. മെലഡി ഒക്കെ പാടുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്ഷനോടെ മെലഡി പാടാൻ പറ്റും. കാരണം ഈ ഓർക്കസ്ട്ര വലുതായിട്ട് നമ്മുടെ ചെവിയിലോട്ട് ഇല്ലാത്തത് കൊണ്ട് ആ ഹാർമോണിയത്തിന്റെ വോയിസ് മാത്രം. ഒരു ഫ്ലൂട്ട്, പിന്നെ അക്കോഡിയൻ വന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള ആന്റണി ചേട്ടൻ അക്കോഡിയൻ വാങ്ങിച്ചിട്ട് ആ അക്കോഡിയൻ വന്ന ദിവസം ഞങ്ങൾക്കൊരു ഉത്സവം പോലായിരുന്നു. അങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻറ്റും കൂടി വന്നിട്ടാണ് ഇന്ന് ഈ 30,000 വാട്ട്സ് സൗണ്ട് സിസ്റ്ററിലൊക്കെ പാടുമ്പോൾ അന്നത്തെ ആ സുഖമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല. ഇതൊക്കെ ഞാൻ കുറേ ഗാനമേളകൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജമാമന്റെ ഒക്കെ കൂടെ വന്നിട്ട് അതെ കുറെ ആണോ കുറെ കേട്ടു. അന്ന് സ്റ്റേജിൽ കിട്ടുന്ന പൈസ വെച്ച് സാധനം വാങ്ങിക്കാൻ കടയിൽ പോകാൻ സമയമില്ല. അന്ന് ഉറക്കെണിക്കുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോകണമല്ലോ. ഡെയിലി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഈ 4-5 ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് അവർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിളിച്ചിട്ടുള്ള പക്ഷെ എല്ലാവരും നല്ലോണം പ്ലേ ചെയ്യുന്നവരായിരിക്കും. മാനുവൽ പ്ലേയിങ് അല്ലേ. അവിടെ ഓഡിയൻസ് ആരും ഇവർ കറക്റ്റ് ആണോ വായിക്കുന്നതെന്ന് നോക്കാൻ വന്നിരിക്കുമല്ലോ. അവർക്ക് 10 പാട്ട് കേൾക്കണം, പോകണം. അപ്പം അതുകൊണ്ട് ആ പാട്ടുകളൊക്കെ അന്ന് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നതൊക്കെ ഒരു റിഹേഴ്സൽ പോലെയായിരുന്നു. ഇപ്പം എനിക്കാ തോന്നുന്നത് ആ പാട്ടുകൾ എങ്ങനെ പാടി പിന്നീടാണ് നല്ലൊരു ഓർക്കസ്ട്രേഷന്റെ ഒരു ലെവലൊക്കെ വന്നപ്പോഴാണ് ആ പാട്ടുകളുടെയൊക്കെ ജീവൻ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് പാട്ടുകാരൻ എൻ്റെ കൂടെ പാടിയിരുന്നു. പിന്നെ മാർക്കോസ് എൻ്റെ കൂടെ ഒന്ന് പ്രോഗ്രാമിന് പാടിയിരുന്നു, വളരെ ചെറിയ പ്രായത്തില്. പിന്നെ ബഷീർക്കാരുടെ തുടക്കകാലം തൊട്ട് ഞാനുണ്ട്. കേരളത്തിൽ ഞാൻ കൂടെ പാടാത്ത പാട്ടുകാർ വളരെ ചുരുക്കം. അതുപോലെ തന്നെയാണ് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആർട്ടിസ്റ്റുകൾ. അവരൊക്കെ എത്ര ഇയർ എക്സ്പീരിയൻസ് ഉള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളാണ്. അവരുടെയൊക്കെ കൂടെ ഞാൻ ഒത്തിരി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. വളരെ അഭിമാനമാണ് അവരുടെ കൂടെ ഇപ്പോഴും പാടാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പം ഇത്രയും പ്രായമായിട്ടും കൂടിയേ. അപ്പൊ എന്തായാലും നമുക്ക് ആലീസിയുടെ പാട്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും.
ശരത് സർ, സൂപ്പർ സൂപ്പർ. ഇന്ന് ഡബിൾ ബോണസ്. ജാനകിയമ്മയുടെ ബർത്ത്ഡേക്ക് ഇതാ അടുത്ത സോങ്. ഇന്ന് ജാനകിയമ്മയുടെ ബർത്ത്ഡേക്ക് കറക്റ്റ് അതേ അടുത്ത സോങ് ആയിട്ട്. ചേച്ചി അതുപോലെ തന്നെ ഒരു വൈറലായ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് പറ ചേച്ചി. അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അതെ, ലളിതാ സഹസ്രനാമം അല്ലേ? ഞാൻ നമ്മുടെ അമൃതയുടെ തന്നെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നല്ലോ, പാടാം നേടാം. അപ്പൊ ഞാൻ ഇന്ന് ആ സ്റ്റേജിൽ ഇതുപോലെ ഞാൻ പാടിയ സമയത്ത് MG ശ്രീമാറായിരുന്നു എൻ്റെ ജഡ്ജായിട്ടിരുന്നത്. അപ്പം ഞാനും MG ശ്രീമാറും ഒക്കെ ഒരുപോലെ ഗാനമേളയ്ക്ക് ഒരുപാട് സ്റ്റേജ് പാടിയിട്ടുള്ള ആളാണ്. ഞാനും MG ഒക്കെയാണ് തിരുവനന്തപുരത്ത് ആദ്യം ഗാനമേള സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ സത്യമായിട്ടും ഞങ്ങളൊരു മഞ്ഞൾ വിരിഞ്ഞ പൂക്കളുടെ പാട്ടൊക്കെ ഇഷ്ടം പോലെ പാടി തകർത്തിട്ടുണ്ട് ഞാനും MG എല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും ഈ പ്രായത്തിൽ ഇങ്ങനെ പാടുന്നു എന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചത് എങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നന്നായിട്ട് പാടുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു 18 വർഷമായിട്ട് ലളിതാ സഹസ്രനാമം ഇങ്ങനെ ഉപാസിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. 18 വർഷമായിട്ട് ഞാൻ രാവിലെയും വൈകിട്ടും, രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് ചൊല്ലും. അപ്പം അങ്ങനെ നിരന്തരം ആ ചൊല്ലുന്ന ഒരു ഉപാസന, അത് ശരിക്കും ഒരു നമ്മുടെ ബെർത്ത് കൺട്രോളിനാണ്. ശരിക്കും അതൊരു ശ്വസനക്രിയ, നമ്മളറിയാതെ നടക്കുന്ന ഒരു ശ്വസനക്രിയയാണ്. അപ്പം ഉള്ളിലേക്ക് എടുക്കുന്ന ഈ ശ്വാസം നമ്മൾ അക്ഷരങ്ങളായിട്ട് പുറത്തേക്ക് വിടുക ചെയ്യുന്നത്. അപ്പം ഈ അക്ഷരങ്ങളുടെ എല്ലാം പ്രാണശക്തി ആ 40 മിനിറ്റ് നേരം നമ്മളിത് ചെയ്യുമ്പോൾ ആ അക്ഷര പ്രാണശക്തി നമ്മളുടെ ശരീരത്തിലെല്ലാം നമ്മുടെ 6 ചക്രങ്ങളിലും അത് നമ്മുടെ ആ ചക്രങ്ങളെ എൻഹാൻസ് ചെയ്യുക ചെയ്യുന്നത് നമ്മളറിയാതെ. അപ്പം അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു മതത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു ആരാധനാ രീതിയല്ല. ഇത് ശരിക്കും മനുഷ്യൻ്റെ ശരീരം, മനസ്സ്, അവരുടെ ബ്രെയിൻ, ബോഡി ആൻഡ് മൈൻഡ് അതിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഉപാസന മാത്രമാണ് ലളിതാ സഹസ്രനാമം എന്ന് മനസ്സിലാക്കി. അപ്പം ഞാൻ അത് നിരന്തരം, ഇപ്പം എനിക്ക് അത് നിരന്തരം ചെയ്യുന്നത് കൊണ്ട് ആദ്യമൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുമായിരുന്നു. അപ്പം ഞാൻ പകുതി പാടിയൊക്കെ നിർത്തുമായിരുന്നു. പിന്നീടാണ് പഠിച്ച് മനസ്സിലാക്കിയത് അത് പകുതി കൊണ്ട് നിർത്താൻ പാടില്ല. ഈ പ്രാണ ഊർജ്ജം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് പകുതി വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് തന്നെ അത് പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് ആ 40 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിൽക്കുവാണെങ്കിൽ ഒരു പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശ്വാസം, അല്ലെങ്കിൽ ഈ വാക്കുകൾ കൊണ്ട് ജീവിക്കുന്നവർ, അതായത് പാട്ടുകാർ, പഠിക്കുന്ന കുട്ടികൾ, ഈ പ്രസംഗം കലയാക്കിയിരിക്കുന്നവരൊക്കെ ഇത് ഉപാസിക്കേണ്ടതാണ്. അതല്ലാതെ സാധാരണ മനുഷ്യൻ പോലും ലളിതാ സഹസ്രനാമം ഒരു ദിവസം ചൊല്ലേണ്ടതിൻ്റെ ആവശ്യം അതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പം ഞാനത് ചൊല്ലുകയും കൂടി ചെയ്തപ്പോഴത്തേക്കും ആ ഒരു എപ്പിസോഡ് അങ്ങ് വൈറലായി. അപ്പം ആ വൈറലായ ആ സമയത്ത് ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് വിളിച്ച് ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കൂടെ ഉള്ള ഒരു ഉപദേശമാണ് കേട്ടോ ചേച്ചി പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയും അക്ഷരശുദ്ധി ഉണ്ടാകാൻ വേണ്ടിയും പല പാട്ടുകാർ പാടുന്നതും ദാസേട്ടനല്ലാതെ വേറെ ആര് പാടിയാലും ഒന്നും നമുക്ക് തിരിയത്തില്ല അക്ഷരങ്ങൾ. അത് നമ്മളിപ്പോഴത്തെ പാട്ടുകാരായ കുട്ടികൾ, മലയാളം വാക്കുകൾ, ഈ ഒരു കവിതകളൊക്കെ നമ്മുടെ മലയാള സാഹിത്യത്തിന് തന്ന സംഗീത സംവിധായകർ അല്ലെങ്കിൽ ഗാനരചയിതാക്കൾ അവരിനി ഇങ്ങനെയുള്ള വരികൾ എഴുതുമോ എന്ന് പോലും സംശയമാണ്. അങ്ങനെയുള്ള കവികൾ ഉണ്ടാകുമോ എന്ന്. ആ വരികളുടെ അർത്ഥം അറിഞ്ഞ് പാടുമ്പം നിങ്ങളറിയാതെ തന്നെ ആ ഒരു കേരളത്തിൻ്റെ തനിമ നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് അതും അക്ഷരശുദ്ധി ഉണ്ടാകും, മൈൻഡിന് കോൺസെൻട്രേഷൻ ഉണ്ടാകും. പിന്നെ 40 മിനിറ്റ് നേരം നമ്മൾ ഈ ധ്യാന രൂപത്തിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ഒരു ചിന്തകളും പിന്നീട് ഉണ്ടാവാതിരിക്കാൻ നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിന് പോലും ഈ ലളിതാ സഹസ്രനാമം ഉപകരിക്കും. അപ്പൊ ചേച്ചി നമുക്കതൊന്ന് കേൾക്കാം. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത
രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ച തന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുണ്ടാക സൗഗന്ധികല സത്കജ കുരുവിന്ദ മണിശ്രേണി കനൽ കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജത് അളിഗസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക വദന സ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്ത്രലക്ഷ്മി പരീവാഹ ജലന്മീനാഭലോചന നവചമ്പക പുഷ്പാഭ നാസാ ദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡല പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭൂ നവവിദ്രുമ ബിംബശ്രീന്യക്കാരി രതനച്ഛദ ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജ പങ്ക്തിദ്വയോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര നിജ സല്ലാപ മാധുര്യ വിനിർഭൽസിത കച്ഛഭി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ അനാകലിത സാദൃശ്യ ചിബുഗ ശ്രീ വിരാജിത കാമേശ ബദ്ധ മാംഗല്യ സൂത്ര ശോഭിത കന്ധര കനകാംഗദ കേയൂര കമനീയ ഭുജാന്വിത രത്നഗ്രൈവയ ചിന്താകലോല മുക്ത ഫലാന്വിത കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തനി നാഭ്യാലവാല രോമാളീലതാ ഫലകുജദ്വയേ ലക്ഷ്യ രോമലതാധാരദ സമുന്നേയ മധ്യമ സ്തനഭാരദളൻ മധ്യാപട്ടബിന്ദ വലിത്രയ അരുണാരുണ കൗസുംബ വസ്ത്രഭാ സ്വത്കടീതടി രത്നകിങ്കിണികാരമ്യരശന ദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദ ഊരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഗിക ഗൂഢഗുൽഭ കുർമ പൃഷ്ട പ്രവിഷ്ണത് പ്രദപദാന്വിത നഗദീതി സംഛന്ന നമജ്ജന തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ശിഞ്ചാന മണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ. ഇത് 40 മിനിറ്റ് നേരം ഇങ്ങനെ കാണാതെ ചൊല്ലും ഞാൻ. 40 മിനിറ്റ് നേരം ഉണ്ട് ഇത്. ഒരു 1000 നാമങ്ങൾ. ഇത് കേൾക്കുമ്പോ തന്നെ എന്തോ വേറൊരു നമ്മളിവിടെ അല്ലാതായി പോവുക. ഒരു വൈബാണ് ശരിക്കും. തീർച്ചയായിട്ടും ചേച്ചി സൂപ്പർ. ഓക്കെ താങ്ക് യു ചേച്ചി. ഓക്കെ, വന്ന് നമ്മളുടെ ഈ ഒരു ഫ്ലോർ എനിക്ക് ഇത്രയും വലിയ ഞാനൊക്കെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സാണ് ഈ ഇരിക്കുന്നത്. അതുപോലെ തന്നെ രമ്യ നമ്പീശൻ സിനിമകളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നല്ല വലിയൊരു കലാകാരിയാണ്. പിന്നെ അതുപോലെ ഒരുപാട് പ്രതിഭകളായിട്ടുള്ള കൊച്ചുകുട്ടികൾ, അവരുടെ പിന്നെ എൻ്റെ ആർട്ടിസ്റ്റുകൾ, എന്നെ ഞാനാക്കിയ എൻ്റെ ആർട്ടിസ്റ്റുകൾ, അവരുടെയൊക്കെ മുൻപിൽ എല്ലാ ബഹുമാനത്തോടും കൂടി, സർവ്വ ബഹുമാനത്തോടു കൂടി ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ച അമൃത ടി വിയോടും എന്നെ ഇപ്പോൾ ഈ ഒരു പൊസിഷനിലാക്കിയ എൻ്റെ അമൃത ടി വി ചാനലിലെ എല്ലാ ടെക്നീഷ്യൻസിനോടും എല്ലാവരോടും എൻ്റെ നന്ദി, കടപ്പാട്, കൃതജ്ഞത എല്ലാം വിനയപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ചേച്ചിയെ കാണാൻ പറ്റിയതിലും ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു ഇത്രയും പോസിറ്റീവ് ആക്കി ഫ്ലോർ തന്നതിന്. ഈ വൈബിലായിരിക്കും ഞങ്ങൾ ഇനി ഷോ തുടങ്ങാൻ പോകുന്നത്. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.